ഞാനിതിനകത്ത് വേറൊരു കാര്യം കൂടെ കാണാൻ സാറിൻ്റെ കാണുന്നത്, നമ്മൾ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി എന്ന് പറഞ്ഞ ഒരു കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സാറ് പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. കാരണം സാധാരണ മനുഷ്യന്മാരുടെ ഒരുപാട് വ്യക്തികൾ ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതും അവരതിനു വേണ്ടി ശ്രമിക്കുന്നതും അവരുടെ നിത്യജീവിതത്തിലേക്ക് ഈ ഒരു 4000 രൂപ കിട്ടുക എന്നുള്ളത് ഏകദേശം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 100 കോടിയിൽ ഏറെ രൂപ നമ്മൾ ഈ 4 വർഷം കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ആലോചിക്കേണ്ടത്. കാരണം സർക്കാരിൻ്റേതായ, കാരണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആകെയുള്ള വരുമാനം എന്ന് തിയേറ്ററിൽ നിന്നുള്ള സെസ് എമൗണ്ടാണ്. പക്ഷേ ആ സെസ് എമൗണ്ട് കൃത്യമായി ലഭിക്കാനുള്ള വഴികൾ ഉണ്ടാക്കുന്നതിനകത്ത് LSGD ആണ് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് അതിൻ്റെ ഒരു അവിടേക്കൊക്കെ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ കൃത്യം ചെന്ന് ഏകോപനുണ്ട് ഒരു മന്ത്രിയുടെ അടുത്ത്. അപ്പം LSGDയുടെ മിനിസ്റ്റർ അടുത്ത് ചെല്ലുക, ഫിനാൻസ് മിനിസ്റ്റർ അടുത്ത് ചെല്ലുക. ഇന്ന് ഇപ്പോഴും ഞാൻ രാവിലെ സാറ് പറഞ്ഞതിൻ്റെ പുറത്ത് ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു ശ്രമമുണ്ടല്ലോ, ഒരു കോർഡിനേഷൻ ഉണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റീവ് പവർ ഉണ്ടാവുക, അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഈ കോൺക്ലേവിനകത്തും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. കാരണം ആ കോൺക്ലേവ് അങ്ങനെ നടന്നു പോയത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പറയുന്ന ഇതിപ്പം ഒരു തുടക്കമാണ്. കാരണം ആദ്യം തൊഴിൽ സമയം തീരുമാനിക്കപ്പെട്ടു. ഇനിയുള്ള കാര്യങ്ങളിൽ ഓരോന്നായിട്ട് കൃത്യം അതിനകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാങ്ങിക്കുന്ന 8 മണിക്കൂർ വിശ്രമം നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ കരാറിൽ കൃത്യമായിട്ട് തീരുമാനമുണ്ടത്. മാത്രമല്ല മുഴുവൻ കക്ഷികളും 1 ലക്ഷം രൂപയിൽ കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നവൻ എഗ്രിമെൻ്റ് വെക്കണമെന്നുണ്ടോ? അങ്ങനെ എഗ്രിമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു നേരത്തെയുള്ള സിനിമാ ഇൻഡസ്ട്രിക്കകത്ത്. അതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുവരാൻ ഒരു കോൺക്ലേവ് സഹായിച്ചു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ കോൺക്ലേവ് എന്ന് പറയുന്ന ഈ ഒരു നമുക്കൊരു കാര്യം ആലോചിക്കേണ്ട, ഫിലിം പോളിസി 18 സ്റ്റേറ്റുകളിലേക്ക് ഉണ്ടായിട്ടുള്ളതിനകത്ത് അതെല്ലാം ബാക്കിയുള്ള സ്റ്റേറ്റുകളെല്ലാം തീരുമാനിച്ചത് അത് ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇത് സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വെറും ഒരു കാര്യമല്ലെന്നും അത് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നും അവരുടെ കാര്യങ്ങൾ കൂടിയും അവരുടെ ഉന്നമനമുണ്ട്, അവരുടെ വെൽഫെയറിന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കോൺക്ലേവ് സാധാരണ മട്ടിലുള്ളൊരു കോൺക്ലേവ് ആയിരുന്നില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന രീതിയല്ല, അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ 2 ദിവസങ്ങളായിരുന്നു തീരുമാനമായത്. ആ കോൺക്ലേവ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ വളരെ കൃത്യമായിട്ട് വീണ്ടും മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഫൈനൽ ഡ്രാഫ്റ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് ആയി വരുമ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക്, ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയുടെ പുറത്ത് ഏറ്റവും വലിയ ഉന്നതമായൊരു സ്ഥാനമുണ്ടാകും. അതിനുള്ള ശ്രമം തന്നെയായിരുന്നു നടത്തിയെടുത്തത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും.